തൃശ്ശൂരിന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ അഭിപ്രായം. സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിനോട് വേർതിരിവ് കാണിച്ചാൽ അത് മാറ്റാൻ അറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. സെൻട്രൽ ഫോറൻസിക് ലാബ്, സയൻസ് ലാബിന് വേണ്ടി തൃശ്ശൂരിൽ സ്ഥലം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. തൃശ്ശൂരിനോട് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് മനസ്സിലായില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഫോറൻസിക് ലാബിന്റെ ഇപ്പൊ തൃശ്ശൂരിന് വേണ്ടി പറഞ്ഞിരുന്നത് കേരള സ്റ്റേറ്റിന് തൃശ്ശൂർ തരാൻ സ്ഥലമില്ല എന്നറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അത് തിരുവനന്തപുരത്ത് വരും. എന്തോ ഒരു രാഷ്ട്രീയം ഉണ്ടാവണോ, അല്ലെങ്കിൽ തൃശ്ശൂരിനോട് എന്തിനായി ഒരു വൈരാഗ്യം അല്ലേ? അത് വ്യക്തമാക്കിയാൽ മതി തൃശ്ശൂരിലെ ജനങ്ങളോട്. കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺരാജ്, തൃശ്ശൂരിനോട് എന്താ ഇത്ര പ്രശ്നം സംസ്ഥാന സർക്കാരിന് എന്നാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ചോദിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നവീകരണം വിലയിരുത്താൻ എത്തിയപ്പോഴാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു വിമർശനം ഉണ്ടായിട്ടുള്ളത്. തൃശ്ശൂരിന് വികസന പദ്ധതികൾ താൻ കൊണ്ടുവന്നതാണ്, പക്ഷേ അത്തരം പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ സ്ഥലം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. സെൻട്രൽ ഫോറൻസിക് ലാബ്, സയൻസ് ലാബ് എന്നിവ അനുവദിക്കുന്നതിന് സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പദ്ധതി അത് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണ്. പകരം 25 ഏക്കറിൽ പകരം മറ്റൊരു പദ്ധതിയായിരിക്കും താൻ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരിക. തൃശ്ശൂരിനോട് ഇത്തരത്തിൽ അവഗണന തുടർന്നാൽ, രാഷ്ട്രീയപരമായുള്ള വേർതിരിവാണ് ഇക്കാര്യത്തിൽ കാണിക്കുന്നത്. അത് തുടർന്നാൽ അത് എങ്ങനെ നേരിടണം എന്നുള്ള കാര്യം തനിക്ക് കൃത്യമായി അറിയാം എന്നുള്ളതാണ് സുരേഷ് ഗോപി ഇന്ന് വ്യക്തമാക്കിയത്. തൃശ്ശൂരിനോട് സംസ്ഥാന സർക്കാർ ഒരു രാഷ്ട്രീയപരമായ വേർതിരിവ് കാണിക്കുന്നുവെന്ന വിമർശനമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദം. മറ്റൊന്ന്, ഈ തമിഴ്നാടിനെയും മറ്റു സംസ്ഥാനങ്ങളെയും ആലോചിക്കുമ്പോൾ ഈ തമിഴ്നാട് മാത്രമാണ് കേന്ദ്രത്തിൽ ഏത് സർക്കാർ വന്നാലും ഏതെങ്കിലും പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ചോദിച്ചു വാങ്ങുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. കേരളം അത്തരത്തിൽ പദ്ധതികൾ ചോദിച്ചു വാങ്ങുന്നില്ല എന്ന വിമർശനം കൂടി ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാൽ മാത്രമേ കേരളത്തിലെ സ്ഥിതി മാറൂ എന്നുള്ളതാണ് സുരേഷ് ഗോപി ഇന്ന് തന്റെ നിലപാടായി വ്യക്തമാക്കിയത് കൊല്ലത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.